കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഒന്നിന്റെ തന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയത് പോയതുകൊണ്ട് ഇടാൻ പറ്റായിരുന്നേ. നാളെ മുതൽ എന്താണെങ്കിലും എല്ലാവരുടെ വിശേഷങ്ങൾ ഉറപ്പായിട്ടും ചാനലിനകത്ത് കാണും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ നാളത്തെ നമ്മൾ വിശേഷത്തിൽ കാണിക്കുന്ന മിത്ര കോളേജ് വിട്ട് വരുവാണ്. ഈ സമയത്ത് മിത്ര ആരിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അലോകും കുണ്ടകളും ചേർന്ന് ആര്യനെ തല്ലി ചതച്ചെന്ന് ഇത് കേട്ടതും മിത്രയ്ക്ക് സഹിച്ചില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. മിത്രയാണെങ്കിലോ കൃഷ്ണമംഗലത്തേക്ക് എന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. ഈ സമയത്ത് മീനാക്ഷി അവരൊക്കെ ചേർന്ന് തടയുന്നുണ്ട്. അലോകിനെ കുറിച്ച് ഓർത്തപ്പോ തന്നെ മിത്രയ്ക്ക് നല്ല ദേഷ്യമാണ്. കാരണം ഇപ്പൊ തന്റെ ഭർത്താവാണ് എന്താ ആര്യൻ. സത്യാവസ്ഥകളൊന്നും അവർക്കറിയത്തില്ല. എന്നിട്ട് പോലും ആര്യനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ വിട്ടുകൂടല്ലോ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിലുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ആരിനോടുള്ള സഹതാപം. ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ചത മൊത്തം വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അതും തനിക്ക് വേണ്ടിയിട്ട്. അപ്പച്ചി പറഞ്ഞിട്ടാണ് തന്നെ വിവാഹം കഴിച്ചത് തന്നെ. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ അവന്റെ തലയിലേക്ക് വന്ന് വീഴുവാണല്ലോ എന്ന് ഓർത്തപ്പോൾ അതൊരു വല്ലാത്ത വിഷമം. പിന്നെ മിത്ര മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ആര്യൻ അങ്ങോട്ട് വന്നു. ആര്യനെ കണ്ടത് മിത്രയ്ക്ക് സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് ഞാൻ കാരണമല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാം ഞാൻ ഒറ്റയെടുത്ത് കാരണം. അന്നൊരു പക്ഷേങ്കിൽ ഞാൻ ആ മരിക്കാൻ തീരുമാനിച്ച സമയത്ത് അങ്ങ് മരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. സംഭവിക്കാനുള്ള സംഭവിച്ചു. പിന്നെ എനിക്ക് തിരിച്ചടിക്കാൻ അറിയത്തില്ലഞ്ഞിട്ടല്ല. പക്ഷേങ്കിൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പം അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അനിയനാ. അപ്പൊ ഞാൻ ആ ഒരു ഇത് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചടിച്ചാലെന്ന് പറയാം. അത് മാത്രമല്ല എന്റെ അച്ഛൻ എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കാത്തെ. നേർക്ക് നേർ വന്ന് മുട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയണം. മിത്ര പറഞ്ഞ് എന്താളും ഇത് ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞ് വേണ്ട, ഒരു പ്രശ്നത്തിന് പോണ്ട. അല്ലെങ്കിലും അവരുടെ കണ്ണില് ഇപ്പൊ കരടാൻ കാരണം നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടല്ലേ. ഒരു പക്ഷെങ്കിൽ അവർക്ക് അറിയത്തില്ല സത്യാവസ്ഥ എന്താന്നുള്ളത്. അവരുടെ വിചാരം നമ്മൾ തമ്മിൽ പ്രണയിച്ച് കെട്ടിയതാന്നാ. അപ്പൊ അലോകിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ. അലോകിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ഇതേ മിത്ര കാരണം അവന്റെ വിവാഹം കൂടെ മുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവന് കൂട്ടുകാരുടെ മുഖത്തൊക്കെ നാണക്കേട് കാണും. അവന് പലവിധ പ്രശ്നങ്ങളും കാണും. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ ഇതിനിറങ്ങി പുറപ്പെട്ടെ. പക്ഷെ അവനെ കുറ്റപ്പെടുത്താനും പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എന്തൊക്കെയാളിങ്ങനെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പറയാം. ഈ സമയം ആര്യം പറഞ്ഞു, ഇനി ഇപ്പൊ അതോർത്ത് പറഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അല്ലെങ്കിലും അമ്മ പറഞ്ഞ അമ്മയുടെ ആ ഒറ്റ തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയത്. പക്ഷെങ്കിൽ ആ സമയത്തൊന്നും എന്റെ മനസ്സിലെ സ്വർണത്തെക്കുറിച്ചോ കാര്യത്തെക്കുറിച്ചോ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഇത്ര ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു അറിയാമെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തു കൂടിയില്ലായിരുന്നു. അപ്പച്ചി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. അങ്ങനെയാണ്. ഒരു പക്ഷെ ഇനി ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഭൂമിക്ക് ഭേദം ജീവനോടെ ഉണ്ടാവത്തില്ല. അപ്പൊ അന്ന് അപ്പച്ചി വന്ന് അങ്ങോട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ എതിർത്ത് പറയാനും എനിക്ക് പറ്റില്ല എന്ന് പറയാം. ആരും പറഞ്ഞു, മിത്ര ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയാം. മിത്ര പറഞ്ഞു, ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഈ സ്വർണം അങ്ങ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം തീർന്നല്ലോ. അല്ല എന്ത് ചെയ്യാനും നിന്റെ പരിപാടി ആ സ്വർണം തിരിച്ചു വാങ്ങണം എന്ന് പറയാം. മിഥുന്റെ കയ്യിൽ നിന്ന് നല്ല കഥയായിപ്പോയി. മിഥുന്റെ കയ്യിൽ നിന്ന് സ്വർണം തിരിച്ചു വാങ്ങാൻ പറ്റുമോ നിനക്ക്? അതെന്താ പറ്റാത്തെ? ഞാൻ വിചാരിച്ച ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പോയി വാങ്ങിച്ചു നോക്ക്. അവന്റെ വീട് എവിടെയാ, എന്താ ഏതെന്നൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിക്കാം. അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ എന്റെ രീതിയിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കുമെന്ന് പറയാം. അപ്പൊ ആരും പറഞ്ഞു, വേണ്ട, വെറുതെ വല്ല പൊല്ലാപ്പിനൊന്നും പോകേണ്ട കാര്യമില്ല. അതെങ്ങാനും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടുകാരെല്ലാം അറിയില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവരും ചെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. എന്റെ വീട്ടിലും ഇവിടെ എല്ലാവരും ഞാൻ ഇതിന്റെ സത്യാവസ്ഥ എല്ലാം തുറന്നു പറയാൻ പോവാ. അല്ലെങ്കിലും ഇനി എന്തിനാ മറച്ചു വെക്കുന്നേ? ഞാൻ കാരണം ഞാൻ ചെയ്ത തെറ്റുമൂലം ആരിനൊരു കാരണവശാലും ഇങ്ങനെ ഒരാപത്തിൽ ചെന്ന് ചാടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ആരിനെല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ സത്യാവസ്ഥ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ആരിനെ ആരും കുറ്റപ്പെടുത്തിയെന്ന് വരില്ല. അത് മാത്രമല്ല ഞാൻ ഇനി എന്താണെങ്കിലും എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൻ്റെ ജീവിതം കൂടെ നശിക്കത്തുള്ളൂ. ഞാൻ ആൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തന്നേക്കാന്ന് പറയാം. പെട്ടെന്ന് ആരും പറഞ്ഞു, നീ എന്തൊക്കെയാ ഈ പറയണേ? നിനക്ക് പറയുന്നതിനെ കുറിച്ച് വല്ല ബുദ്ധിമോശമുണ്ട്? അല്ല നീ എന്തൊക്കെയാ പറയണേന്ന് നിനക്ക് വല്ല അറിയാവോ? നീ എന്ത് ബുദ്ധിമോശമൊക്കെ പറയണേന്ന് ചോദിക്കാം. അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം സത്യങ്ങൾ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തേലും സംഭവിക്കാനും ചോദിക്കും. പെട്ടെന്ന് ആര്യം പറഞ്ഞു, തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താവും? അമ്മ എടുത്ത തീരുമാനം
പക്ഷെങ്കിൽ അത് പെട്ടെന്ന് അച്ഛൻ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത്രയും കാലം അച്ഛനും നമ്മയൊന്നും മറച്ചു വെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കുന്നത്. അത് നിനക്ക് വേണ്ടിയിട്ട്, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അന്ന് നീ ഒന്ന് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പക്ഷേങ്കിൽ ഇതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അമ്മയുടെ മനസ്സിൽ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാ മിത്രേ, ഒരു കാരണവശാലും ഇത് അച്ഛനോ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരോ അറിയാൻ പാടില്ലെന്ന് പറയാം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്, അറിയാലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറയാം. ഈ സമയം മിത്ര പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ ആ മിഥുനെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അതിനാണ് വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നീട് ആകാശ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ മീനാക്ഷി പറഞ്ഞു, അല്ല എന്തൊക്കെയാ ആകാശേട്ടാ ഉണ്ടായെന്ന് ചോദിക്കുക. മീനാക്ഷിയോട് പിന്നെ ആകാശം നടന്ന കാര്യങ്ങളെല്ലാം പറയണം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. ആ ലോക് അവനിട്ട് രണ്ടെണ്ണത്തെ കുറവുണ്ടായിരുന്നു. ആകാശേട്ടനൊക്കെ എന്ത് കണ്ടോണ്ടിരിക്കുന്നു, അവനിട്ട് പോയി നാളെല്ലാം കൂട്ട് പൊട്ടിക്കാൻ വരാനും ചോദിക്കുക. അല്ല അത് പിന്നെ ഞങ്ങൾ ചെന്നാ ഈ സമയത്തല്ലേ അച്ഛൻ വന്നേ. പക്ഷെ അച്ഛനൊന്നും മിണ്ടിയില്ല. സാധാരണ അച്ഛന്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ അച്ഛൻ അവിടെ കയറി അവരെ വലിച്ചു കീറണ്ട. പക്ഷെങ്കിൽ അച്ഛനൊന്നും മിണ്ടിയില്ല. അങ്ങനെ അച്ഛൻ മിണ്ടാതെ പോരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷേങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇമാതിരി ആരിനെ തല്ലി ചതച്ചപ്പോൾ നമ്മൾ ഒരു മറുപടിയെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിക്കുക. ഈ സമയം ആകാശോടെ സമയം കിട്ടും, എപ്പോഴാണെങ്കിലും അവനിട്ടുള്ള ഞാൻ കൊടുക്കുമെന്ന് പറയാണ്. പിന്നീട് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഗോമതി അവിടെ നിൽക്കുന്നുണ്ട്. ഗോമതി മീനാക്ഷിയെ കണ്ടതും പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ, വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. പാവം എൻ്റെ ആര്യൻ, ഞാൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാം. എൻ്റെ അമ്മേ, ഇനിയിപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കല്. അല്ലെങ്കിൽ തന്നെ അറിയാലോ, ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്ന സംശയമാണ്. ഇനിയിപ്പോൾ അമ്മ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അമ്മയ്ക്കാണെങ്കിൽ സത്യം ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു കഴിവും കൂടെ ഇല്ലാന്ന് പറയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ. ഇതേ ബാലേണ്ണനാണെങ്കിൽ ഇപ്പൊ തന്നെ അവന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ശ്രദ്ധയില്ലാത്തപ്പോൾ എനിക്ക് തോന്നുക. പണ്ടത്തെ ബാലേണ്ണന്റെ സ്വഭാവം അറിയാലോ. ഇപ്പോഴാണെങ്കിൽ ആന് ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടും ബാലേണ്ണ ഒരു സങ്കടം ഇല്ലാത്തവരെ ബാലേട്ടൻ പെരുമാറുന്നു പറയാം. മീനാക്ഷി പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം അറിയാലോ, അച്ഛൻ അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ. ഉള്ളിൽ വിഷമം കാണും, പക്ഷെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ വേദനിക്കില്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അച്ഛനൊന്നും മിണ്ടാത്തെ. അങ്ങനെയായിരിക്കും, അല്ലാതെ ആരിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല. ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ഞാൻ അച്ഛനെ മനസ്സിലാക്കിയിരിക്കുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടും കോമതി പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എന്തോ എനിക്ക് മനസ്സിന് നല്ല ബുദ്ധിമുട്ട് തോന്നണമെന്ന് പറയാണ്. ഈ സമയം ആര്യൻ എന്ത് ചെയ്യുവാണ്, ആനന്ദും ധർമ്മനും കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ചെല്ലുവാണ്. പിന്നെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. ഈ സമയം ആനന്ദ് ചേച്ചി, നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, ഞാനേ നിങ്ങളോടെ കിടന്നോളാന്ന് പറയണ. ഞങ്ങളോടെ കിടക്കാനോ? അതെന്തിനാ? വെറുതെ കിടക്കാന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, ഓ ഇനി അവന്റെ മനസ്സിന് വല്ല സങ്കടം ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളോട് കിടക്കട്ടാന്ന് പറയണം അവന്. ചിലപ്പോ ഇനിയിപ്പം ആ തല്ലിയാന്റെ വിഷമമൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ വന്ന് കിടക്കുന്നേ, ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഓർത്തോണ്ട് ധർമ്മം പറഞ്ഞു, അത് കുഴപ്പമില്ല, അവനിവിടെ കിടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവരോട് കിടക്കുവാണ്. ഈ സമയം ബാലനൊന്നും മിണ്ടാതെ മുറിയിലിരിക്കുവാണ്. അപ്പൊ ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ? ബാലേട്ടൻ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. പക്ഷെ ബാലൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സ് വല്ലാത്ത വിഷമമുണ്ടല്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, വിഷമോ? ആർക്കെനിക്കാം? അവനായിട്ട് ഓരോന്ന് പോയി ചെയ്ത് കൂട്ടി വെച്ചാനൊക്കെ ഞാൻ എന്തിനാ വിഷമിക്കണം ഗോമതി എന്ന് പറയാം. ഇത് കേട്ടോ ഗോമതി ചോദിച്ചു, ബാലേട്ടന് ഒരു വിഷമോ ഇല്ലേ? പിന്നെ എനിക്ക് വിഷമോ? വെറുതെ എന്തിനാ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എന്നെ അച്ഛനായിട്ട് അവൻ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവൻ എന്നോട് പറയായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ ഞാനെന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുക. ഇതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗോമതി ഓർത്തു, ഇതെന്ത് പറ്റി ബാലേട്ടനെന്ന് ഓർക്കുക. പിന്നീട് ബാലൻ നേരെ പോകുന്നേ ആ ആനന്ദും ആര്യനൊക്കെ കിടക്കുന്നിടത്തേക്കായിരുന്നു. അങ്ങനെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടു. ബാലനാണെങ്കിൽ വല്ലാത്ത വിഷമം. അത്രയോ സമയം മനസ്സിനെ ഇങ്ങനെ അടക്കി പിടിച്ചിരുന്നു. പിന്നീട് നേരെ ആൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആൻ്റെ അരിയിലേക്ക് ചെന്നിട്ട് ആ കൈയെടുത്ത് പിടിച്ച് ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുക. കുറേ സമയം ആൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. കാരണം ബാലന് നെഞ്ചു പൊടിയുന്ന വേന ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരിത് വന്നാൽ പോലും സഹിക്കാൻ പറ്റുന്നില്ല ബാലന്. കാരണം അത്രമാത്രം ഇഷ്ടമുണ്ട് ആര്യനെ. പക്ഷേങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ സമയത്താണ് ഗോമതി ബാലിനെ എവിടെയൊന്നും അന്വേഷിച്ചിട്ട് കണ്ടില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേനുമാണ് കാണുന്ന കാഴ്ച. ടെറസിന്റെ അങ്ങോട്ട് വരുമ്പോഴത്തേനും ആൻ്റെ അടുത്ത് ആൻ്റെ കൈ പിടിച്ചിങ്ങനെ അതിലേക്ക് ഉമ്മ വെക്കുന്ന ബാലിനെയാണ് കണ്ടത്. ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം ഗോമതിയുടെ വരെ കണ്ണു നിറഞ്ഞു പോവാണ്. ഗോമതിക്ക് അറിയായിരുന്നു എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ബാലേട്ടന് അത്രയ്ക്ക് സ്നേഹമുണ്ട് തന്റെ മക്കള്. ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ സ്നേഹത്തിന്റെ അടയാളമാണ് ഇപ്പൊ കണ്ടത്. കാരണം മോൻ ഉറങ്ങിക്കിടങ്ങുന്ന സമയത്ത്, കാരണം എണീറ്റിരിക്കുന്ന സമയത്ത് എന്ന് അങ്ങനെ സ്നേഹപ്രകടനങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. ബാലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെക്കും, അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. ആ ഒരു സ്വഭാവമാണ് ബാലിന്. അത് ഗോമതിക്ക് നന്നായിട്ടറിയാം.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.